നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വല്ലച്ചിറയിൽ വീടുകളിൽ കയറി പാത്രങ്ങൾ മോഷ്ടിച്ച തമിഴ് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കടുത്ത വേനലിലും ജലസമൃദ്ധമാണ് തൃശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ചേർപ്പ് ബ്ലോക്കിൽ ആരംഭിച്ചിട്ടുള്ള കുടുംബശ്രീ RKI-EDP സംരംഭകരുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് വിപണനമേള ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാറിൽ ആന ഇടഞ്ഞു. പുത്രക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ട് തൃപ്രയാർ പാലത്തിനു സമീപമാണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. വല്ലച്ചിറയിൽ വീടുകളിൽ കയറി പാത്രങ്ങൾ മോഷ്ടിച്ച തമിഴ് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ആക്രി സാധനങ്ങൾ വാങ്ങാനെത്തുന്ന വ്യാജനെ ചാത്തൻകുളം കടവിൽ ശ്രീകുമാറിന്റെ വീട്ടിലെ ചെമ്പ് പാത്രം മോഷ്ടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീട്ടുകാർ മോഷണവിവരം അറിഞ്ഞത്. നാട്ടുകാരെയും പോലീസുകാരെയും അറിയിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശികളായ നാഗമ്മ 32 വയസ്സ്, പൊന്നമ്മ 40 വയസ്സ്, രാജേശ്വരി 20 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കൈക്കുഞ്ഞുങ്ങളുമായി എത്തി പരിസരത്തെ വീടുകളും ഇവർ മോഷണം നടത്താനായി ശ്രമിച്ചിരുന്നു. കടുത്ത വേനലിലും ജലസമൃദ്ധമാണ് തൃശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമായി. പുത്തൂർ പഞ്ചായത്ത് 7ാം വാർഡ് പരിധിയിൽ വരുന്ന മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറയാണ് വേനലിലും നിറഞ്ഞൊഴുകുന്നത്. പാഴായി പോകുന്ന വെള്ളം കൃത്യമായ അളവിൽ തടഞ്ഞു നിർത്തിയാൽ നിരവധി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്ന ആശയമാണ് തകർന്നു കിടന്ന ഷട്ടറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാൻ ഇടയായത്. ഇതിനായി പഞ്ചായത്തിൽ നിന്നും 4,50,000 രൂപയും അനുവദിച്ചു. ഇത്രയും കുറവ് തുകയ്ക്ക് നല്ല രീതിയിൽ ഷട്ടർ പുനഃസ്ഥാപിക്കുക എന്നത് ചോദ്യചിഹ്നമായതോടെയാണ് ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ മുന്നോട്ട് വന്നത്. കരാറുകാരനിൽ നിന്നും ഉപകരാർ എടുത്ത ശേഷം നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു. നിരവധി പേർ ഉൾപ്പെടുന്ന ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ തങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ സൗജന്യമായി പണികൾ ചെയ്തു നൽകി. ദിവസേന 10ഓളം പേർ മാറി മാറി നവംബർ 10 മുതൽ ആരംഭിച്ച പണികൾ ഡിസംബർ 6-ന് പൂർത്തിയാക്കി. കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഒത്തൊരുമിച്ചപ്പോൾ 15 ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരുന്ന പണികൾ കേവലം 5 ലക്ഷം രൂപയിൽ ചെയ്തു തീർക്കാനായി. ഇവിടെ ഒരു ജനകീയ സമിതിയുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി കുറേ നാൾ പറ്റാതിരുന്ന ചിറ പുനഃസ്ഥാപിക്കുകയും പഞ്ചായത്ത് അതിന് വലിയ ഊർജം നൽകുകയും ചെയ്തു. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഇതിൻ്റെ മരപ്പലക കൊണ്ടുണ്ടായിരുന്ന ചീപ്പുകളെല്ലാം ദ്രവിച്ചു പോവുകയും ഇപ്പോൾ അത് നല്ല രീതിയിൽ കോൺക്രീറ്റിനുള്ളിൽ തന്നെ സ്റ്റീൽ ഷട്ടറുകളാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടുകാരനായ ഓപ്പൺ ജോണിയാണ് അത് കോൺട്രാക്റ്റ് എടുത്തിരുന്നത്. ഓപ്പൺ ജോണിയുടെ തന്നെ നാടിൻ്റെ വികസനം എന്നുള്ള നിലയിൽ കണ്ട് ഇത് പണി ചെയ്യുവാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് അത് ഈ ചുള്ളിക്കാവ് ചിറ സംരക്ഷണ സമിതിയെ തന്നെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. 4 ലക്ഷം രൂപയായിരുന്നു ഈ പ്രോജക്റ്റ് വഴി പഞ്ചായത്ത് അനുവദിച്ചത്. 2 ചീപ്പുകളും ഒരു റെഗുലേറ്റിംഗ് ഷട്ടറുകളും ഉൾപ്പെടെ 3 ഷട്ടറുകളാണ് ആധുനിക രീതിയിൽ സ്ഥാപിച്ചത്. വെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പ് ഷീറ്റുകൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ കവചമായി ടാർ ഷീറ്റും വശങ്ങളിലെ ലീക്ക് തടയാൻ സിലിക്കൺ കോമ്പൗണ്ട് പ്രൂഫും സ്ഥാപിച്ചു. ഇതോടെ ചുള്ളിക്കാവ് ചിറ ജലസമൃദ്ധമായി. ഒപ്പം പുത്തൂർ പഞ്ചായത്തിലെ 5 വാർഡുകളിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി. ജലം സമൃദ്ധമായതോടെ പ്രദേശത്തെ യുവാക്കൾക്ക് നീന്തി കുളിക്കുന്നതിനായുള്ള ഇഷ്ടസ്ഥലം കൂടിയായി മാറുകയാണ് മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരായ സോമൻ കാര്യാട്ട്, രാജേഷ് കാര്യാട്ട്, ജെയിംസ് വെള്ളാട്ടുപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്.
റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ചേർപ്പ് ബ്ലോക്കിൽ ആരംഭിച്ചിട്ടുള്ള കുടുംബശ്രീ RKIEDP സംരംഭകരുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് വിപണനമേള ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് സംരംഭങ്ങൾ വരേണ്ടത്. അത്തരം പരിപാടികളിലൊക്കെ അവർ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. നമ്മുടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ധാരാളം സംരംഭങ്ങൾ ഇവരുടെ കീഴിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. സംരംഭകരെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ധാരാളം അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ നൽകാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളും അതോടൊപ്പം നടക്കും. അപ്പോൾ ഒരു സംരംഭത്തിന് 2-3 പേർക്ക് തൊഴിൽ നൽകുക എന്നതിനപ്പുറത്ത് അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരിക എന്ന് പറയുന്ന ജോലി കൂടി ആ പ്രദേശങ്ങളിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ പരിധിയിൽ സംരംഭങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിലുള്ള പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് നന്നായി ജോലി ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അത് ആ ഫാമിലികളുടെ ബജറ്റിന് സാമ്പത്തിക ഭദ്രതയെ ഊട്ടിയുറപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നായിട്ട് മാറുന്നു. കുടുംബശ്രീ സംരംഭകരുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാരുടെ കൈപുണ്യത്തിൽ വീടുകളിൽ തന്നെ നിർമ്മിക്കുന്ന കേക്കുകളും മറ്റുൽപ്പന്നങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ആശയവുമായാണ് കുടുംബശ്രീ വിപണനമേള ആരംഭിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് പ്രീതി KP ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ADMC ജില്ലാ മിഷൻ ഓഫീസർ K രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് സംരംഭ വികസന പ്രവർത്തനങ്ങൾ നടത്തുക. അതൊരു ഓർഗനൈസ്ഡ് രീതിയിൽ നടത്തണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റ് വന്നത്. ഇത് സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്നുള്ള ഒരു ജില്ലയിൽ ഒരു ബ്ലോക്കിൽ മാത്രം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. നമുക്കറിയാം, കാലാകാലങ്ങളിൽ സംരംഭ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൻ്റെ പിന്നീട് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് നോക്കാൻ പറ്റാറില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റ്മാർ, അതായത് ഇപ്പോൾ പ്രീതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് തന്നെ 14 പേരുള്ള ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീൻ അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ റോസ്ലി ജോയ്, സുനിൽ ചാണശ്ശേരി, സജീവൻ, വാർഡ് മെമ്പർമാരായ KA പ്രദീപ്, വൃന്ദ ദിനേശ്, ഇന്ദിര ജയകുമാർ, അവണിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് K ശശീന്ദ്രൻ, അനിത TG, BNSS EP വൈസ് ചെയർപേഴ്സൺ സരിത, കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി വിദ്യ E സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ ആന ഇടഞ്ഞു. പുത്രക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ട് തൃപ്രയാർ പാലത്തിനു സമീപമാണ് സംഭവം. തൃപ്രയാറിൽ ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. ഒളരി പിതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ തൃപ്രയാർ ക്ഷേത്രം ആനപ്പറമ്പിൽ വെച്ചാണ് സംഭവം. തൃപ്രയാർ ക്ഷേത്രത്തിൽ ശിവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു പിതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയെ. ക്ഷേത്രം ആനപ്പറമ്പിലാണ് ആനയെ തളച്ചിരുന്നത്. വൈകിട്ട് 4 മണിയോടെ ആനയ്ക്ക് പാപ്പാന്മാർ വെള്ളം കൊടുക്കുന്നതിനിടയിൽ ഇടഞ്ഞോടുകയായിരുന്നു. ഈ സമയം ഏതാനും ആനകൾ ആനപ്പറമ്പിലുണ്ടായിരുന്നു. ഇടഞ്ഞോടി ആന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടവഴി രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെ പുത്തൻകുളത്തിന് സമീപത്തെ പറമ്പിലേക്ക് കയറി. ഇതിനിടെ ആനയെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. വിവരമറിഞ്ഞ വലപ്പാട് പോലീസ്, നാട്ടിക ഫയർഫോഴ്സ്, എലിഫന്റ് സ്ക്വാഡ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് എന്നിവർ സ്ഥലത്തെത്തി. പുത്തൻകുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പാപ്പാന്മാരെ വിരട്ടിയോടിച്ച ആന തൃപ്രയാർ തൃശൂർ സംസ്ഥാന പാതയിലേക്ക് ഓടിക്കയറിയത് കൂടുതൽ പരിഭ്രാന്തിക്കിടയാക്കി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വരുന്ന സമയമായതിനാൽ പോലീസിന്റെ ഇടപെടലിൽ ഈ ഭാഗത്ത് ഗതാഗതം ഉടൻ തടയുകയായിരുന്നു. ഇതിനിടെ ഇടഞ്ഞ ആന അയ്യപ്പ ഭക്തർ വന്ന 2 ട്രാവലർ വാനുകളും ഒരു കാറും തകർത്തു. ആനയെ ഇതിനിടെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച പാപ്പാന്മാരെ വീണ്ടും പുത്തൻകുളത്തിന് പുറകിലെ പറമ്പിലേക്ക് ഓടിച്ചു കയറ്റി. വീണ്ടും റോഡിലേക്ക് കയറിയ ആന റോഡരികിൽ ഏകാദശി വിൽപ്പനയ്ക്കായി സ്ഥാപിച്ച വഴിവാണിഭ കട തകർത്തു. തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറും തകർത്ത ആന സമീപത്തെ പറമ്പിലേക്ക് കുത്തിമറിച്ചിട്ടു.
1.25 മണിക്കൂറോളം പ്രദേശത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി ആനയെ വൈകിട്ട് 5:45 എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളയ്ക്കുകയായിരുന്നു. ആന ഇടഞ്ഞത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇടഞ്ഞ ആനയെ തളയ്ക്കുന്നതിന് ഏറെ തടസ്സം സൃഷ്ടിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ഡയാലിസിസിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങന്റെയും പാറുക്കുട്ടിയുടെ മകനായി 1940 ഏപ്രിൽ 22 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളോർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി. അഭിഭാഷകൻ കൂടിയാണ് KP വിശ്വനാഥൻ. യൂത്ത് കോൺഗ്രസ് വഴിയാണ് രാഷ്ട്രീയ പ്രവേശനം. 1967 മുതൽ 1970 വരെ സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. 1977 1980 കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ നിന്നും 1987, 1991, 1996 വർഷങ്ങളിലും 2001 കൊടകര നിയോജകമണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 1994 വരെ AK ആന്റണിയുടെയും 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടി സർക്കാരിലും വനംവകുപ്പ് മന്ത്രിയായിരുന്നു. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ചു. 2006, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിലും CPMലെ C. രവീന്ദ്രനോട് പരാജയപ്പെട്ടു. വനം മന്ത്രിയായിരിക്കെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലും വനസംരക്ഷണത്തിലും കൈവരിച്ച പ്രകടനത്തിന് ആന്റി നാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന് തൃശൂർ ഏർപ്പെടുത്തിയ മികച്ച പാർലമെന്റേറിയൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗം, തൃശൂർ DCC സെക്രട്ടറി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം, ഖാദി ബോർഡ് അംഗം, KSRTC ഡയറക്ടർ ബോർഡ് അംഗം, തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ, ഡയറക്ടർ എന്നിങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് കേന്ദ്രവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്ന് K. സുരേന്ദ്രൻ. 57,000 കോടി കേരളത്തിന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM നേതാക്കൾ പറയുന്നത് കേരളം ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശികയാണെന്ന്. അല്ല, കഴിഞ്ഞ 5 വർഷത്തെ കുടിശ്ശിക. കേരളം ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശികയാണെങ്കിൽ എത്രയോ ഇരട്ടി, അതിന് എത്രയോ മടങ്ങ് അധികം കുടിശ്ശിക വേണ്ടത്. അപ്പോൾ ഇതെല്ലാം പച്ചക്കള്ളം പ്രചരിപ്പിച്ച് കേന്ദ്രവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അത് വിജയിക്കില്ല. പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സന്ദർഭത്തിലേക്ക് ജനുവരി മാസം 2-ാം തീയതി ആകുമ്പോഴേക്കും ഇനിയും കൂടുതൽ കേന്ദ്രം നൽകിയ പദ്ധതികളുടെ കണക്കുകളും വിശദാംശങ്ങളും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥിതി വരും. അപ്പോൾ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ, നിർമ്മല സീതാരാമൻ കേരളത്തിലേക്ക് വരുമ്പോൾ, പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ, ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ അസ്വസ്ഥനാവുന്നതിൻ്റെ കാരണം ഇതാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ അവണിശ്ശേരി കർഷക സമാജം കോൾപ്പടവിൽ ഡ്രോൺ ഉപയോഗിച്ച് സൂക്ഷ്മ മൂലകം മിശ്രിതം തളിക്കുന്നതിന്റെ പ്രദർശനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വൃന്ദ ദിനേശ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, പടവ് ഭാരവാഹികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. കോടന്നൂർ സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ 29ാം വാർഷികാഘോഷം നടന്നു. റവറൻഡ് ഫാദർ ആന്റണി ആലുക്ക ഉദ്ഘാടനം ചെയ്തു. MP TN പ്രതാപൻ ഓൺലൈനിലൂടെ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. പുറത്തു നിന്നുകൊണ്ടാണ് ഈ ആശംസ സന്ദേശം അയക്കുന്നത്. അപ്പോൾ 29ാമത് വാർഷിക സമ്മേളനത്തിൽ വരാൻ കഴിയാത്തതിലുള്ള ഖേദം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ നേരുന്നു. ഈ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ തീർച്ചയായും നമ്മുടെ പ്രദേശത്തെ തലമുറകൾക്ക് അറിവിൻ്റെ, പ്രത്യേകിച്ചും ആധുനിക അറിവിൻ്റെ എല്ലാ അമൃത് പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ പഠിപ്പിച്ച അധ്യാപകർ, ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അവരെല്ലാവരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. ഇനിയും കൂടുതൽ
നന്മയും വളർച്ചയും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ടാകും. ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, പ്രധാനാധ്യാപിക മിനിമോൾ, വാർഡ് മെമ്പർ ജൂബി മാത്യു എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ₹1 കോടിയോളം ചിലവഴിച്ച് സ്ഥാപിച്ചെങ്കിലും വർഷങ്ങളായി ദ്രവിച്ച് ഉപയോഗശൂന്യമായ നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ആഘോഷത്തിനായി വിട്ടു നൽകാനുള്ള നീക്കം വിവാദമാകുന്നു. വിവാദ വിഷയത്തിൽ കോൺഗ്രസ് BJP നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഗീതാഗോപി MLA ആയിരിക്കെയാണ് നാട്ടിക ബീച്ചിൽ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ പാർക്ക് സ്ഥാപിച്ചത്. നിർമ്മാണം യാഥാർത്ഥ്യമായെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാർക്ക് നാശത്തിലേക്ക് കടന്നു. ഹൈമാസ്റ്റ് വിളക്കും സോളാർ വിളക്കുകളും തുരുമ്പെടുത്ത് നശിച്ചു. ഇരിപ്പിടങ്ങൾ, ശുചിമുറികൾ, വാട്ടർ ടാങ്ക് സ്റ്റാൻഡ്, ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ളവയിലെ മുഴുവൻ ഉപകരണങ്ങളും ഉപ്പുകാറ്റേറ്റ് നശിച്ചു. കാടുപിടിച്ച പാർക്ക് പിന്നീട് തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രവുമായി. ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് CC മുകുന്ദൻ MLA സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ചടങ്ങിനായി നൽകാൻ അനുമതി നൽകിയെന്നാണ് പ്രധാന ആരോപണം. ഈ സ്ഥലത്ത് ഇപ്പോൾ MLA ഓഫീസിലെ ശുപാർശ കത്തുമായി കൊന്നുകൊണ്ട് പെട്ടെന്നൊരു വിവാഹ ആഘോഷത്തിന് വേണ്ടി അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ നാട്ടിലെ ആളുകൾക്ക് ഒന്നും ഒരു ഉപകാരത്തിനും കൊള്ളാതെ ഏറ്റവും സുരക്ഷ ഇല്ലാത്ത ശൗചാലയങ്ങളെല്ലാം പൊളിഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലത്ത് ഇവിടുത്തെ പല ആളുകൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും ഒന്ന് കയറിയിരിക്കാൻ പോലും അനുമതി ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇപ്പോൾ പെട്ടെന്നൊരു വിവാഹത്തിന് ഇത് വന്നത് ആ വിവാഹത്തിന് വരുന്ന പാർട്ടിക്ക് പോലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ വരുന്ന എല്ലാ ആളുകളുടെയും ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന കാരണം ഇവിടെ ഇഴജന്തുക്കളും മൂർക്കം പാമ്പും അണലിപ്പാമ്പും ഒക്കെ പലപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു അനുമതി കൊടുത്തതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കനത്ത പ്രതിഷേധമുണ്ട്. ഈ പ്രദേശവാസികൾ അതിനോട് വളരെ രോഷത്തിലാണ്. ഇതാരാണ് ഇതിന് ഇത്ര പെട്ടെന്ന് അനുമതി കൊടുത്തത്? എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഒരു കല്യാണം പോലുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ആർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ പ്രതിഷേധം. വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പാർക്കിന്റെ ശുചീകരണം ഇതിനകം ഈവന്റ് ഏജൻസി ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു. ഈ മാസം 17 ഞായറാഴ്ച പുത്തൻപീടിക സ്വദേശിയുടെയും എറണാകുളം കോടനാട് സ്വദേശിനിയുടെയും വിവാഹ സൽക്കാര ചടങ്ങ് നടത്താനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് BJP പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഒരാൾക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു CC മുകുന്ദൻ അവർ ഇവിടെ MLA ആയി വന്നിട്ട് ഏകദേശം 3 കൊല്ലത്തോളം അടുക്കുമ്പോൾ ഗീതാഗോപി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതിക്കുള്ള തുക അനുവദിച്ചിട്ടുള്ളത്. ഗീതാഗോപിയുടെ ശേഷം വന്ന CC മുകുന്ദൻ ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ഇതിൻ്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല ജനങ്ങളോട് ഇവിടുന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിലെ പല ഉപകരണങ്ങളും ഇവിടെ നിന്ന് മോഷണം പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളോ ബന്ധപ്പെട്ട MLAയോ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തോ ഇതിൽ യാതൊരു താല്പര്യവും എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരൻ്റെ പണം കൊണ്ട് നിർമ്മിച്ച് ഇന്ന് നോക്കൂ, ഒരു നമ്മുടെ തൊട്ടടുത്ത് സ്നേഹതീരം എന്നൊരു പാർക്ക് ശ്രീ TM പ്രതാപൻ MLA ആയിരിക്കുമ്പോൾ കൊണ്ടുവന്നൊരു പാർക്കുണ്ട്. അതിമനോഹരമായിരുന്നു. അദ്ദേഹം 2011 വരെ അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്ത് നിരവധി കലാപരിപാടികൾ ടൂറിസം ബന്ധമായപ്പെട്ട പദ്ധതികളൊക്കെ അവിടെ വരികയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ആ പാർക്കിന് അനുമതി നൽകിയത്. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകാതെ കൃത്യമായ രീതിയിൽ പാർക്ക് നവീകരിക്കുകയാണ് വേണ്ടതെന്ന് BJP കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം നാട്ടിക പഞ്ചായത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തി. നാട്ടിക ബീച്ച്
ശ്രീ ആരിക്കരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് മോഷണം. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മുത്തപ്പൻ ക്ഷേത്രനടയിൽ സ്ഥാപിച്ച 5 തട്ടുകളുള്ള ദീപസ്തംഭം, ശ്രീകോവിലിന്റെ മുൻപിൽ സ്ഥാപിച്ച വലിയ 2 മണികൾ, ശ്രീകോവിലിന്റെ പിറകിലുണ്ടായിരുന്ന തൂക്കുവിളക്ക്, ശാസ്താവിന്റെ ക്ഷേത്രത്തിനു മുൻപിൽ സ്ഥാപിച്ച മണി കൂടാതെ പ്രസാദത്തട്ട്, കിണ്ടി എന്നിവയാണ് മോഷണം പോയത്. ചുറ്റമ്പല നിർമ്മാണം നടന്നുവരികയായിരുന്ന ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ നട തുറക്കാനെത്തിയ വിഷ്ണുശാന്തിയാണ് മോഷണ വിവരം ആദ്യമറിയുന്നത്. കഴിഞ്ഞ 1 വർഷമായി ചുറ്റമ്പല നിർമ്മാണം നടന്നുവരികയായിരുന്നു. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തെ വാതിൽ തള്ളി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. 75,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ക്ഷേത്രം അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏതാനും ദിവസം മുൻപ് തൃപ്രയാർ സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ദീപസ്തംഭവും വിളക്കുകളും മോഷണം പോയിരുന്നു. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ അനാസ്ഥ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എടമുട്ടത്ത് തേങ്ങയുടച്ച് പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേട് സൃഷ്ടിക്കപ്പെടുന്ന ഭക്തർ, 41 ദിവസം വ്രതമെടുത്ത് പലരും നടന്നു പോകുന്ന ഭക്തർ പോലും ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇന്ന് ശബരിമലയിൽ കാണുവാൻ കഴിയുന്നത്. അനവധിയായിട്ട് ആളുകളുടെ നേതൃത്വത്തിൽ ഇത് കൃത്യമായിട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത് നടന്നു പോകാത്ത സാഹചര്യമാണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ നവകേരള സദസ്സിന് 2500 പോലീസുകാരും കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന, ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമലയിലേക്ക് 655 പോലീസുകാരെയും മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ വിന്യസിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദു കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CV വികാസ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പള്ളിനടയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം സ്വദേശി പുളിക്കത്തറ വീട്ടിൽ 70 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ദേശീയപാത 66 പള്ളിനടയിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അയ്യപ്പനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ കുന്നംകുളം റോഡിലെ ബദരി സ്കൂളിന് സമീപം കണ്ടെയ്നർ ലോറിയും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ മിനി പിക്കപ്പ് ലോറി ഡ്രൈവർ ഞമനേങ്ങാട് സ്വദേശി മണികണ്ഠന് പരിക്കേറ്റു. ഞമനേങ്ങാട് സ്വദേശി മണികണ്ഠനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ വരികയായിരുന്ന 2 വാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ മിനി പിക്കപ്പ് ലോറി ഡ്രൈവർക്ക് കാലിനുൾപ്പെടെ പരിക്കേറ്റു. പരിക്കേറ്റ മിനി പിക്കപ്പ് ലോറി ഡ്രൈവറെ താലൂക്ക് ആശുപത്രി ആംബുലൻസ് അധികൃതർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പേരാമംഗലം ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ മിനി പിക്കപ്പ് ലോറിയുടെ മുൻവശം പൂർണ്ണമായും കണ്ടെയ്നർ ലോറിയുടെ മുൻവശം ഭാഗികമായും തകർന്നു. വെങ്കിണിശ്ശേരി കൂട്ടലാക്കുന്ന് കാവാലി നാരായണൻ നായരുടെ ഭാര്യ തങ്കം നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വല്ലച്ചിറയിൽ വീടുകളിൽ കയറി പാത്രങ്ങൾ മോഷ്ടിച്ച തമിഴ് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കടുത്ത വേനലിലും ജലസമൃദ്ധമാണ് തൃശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ചേർപ്പ് ബ്ലോക്കിൽ ആരംഭിച്ചിട്ടുള്ള കുടുംബശ്രീ RKI EDP സംരംഭകരുടെ നേതൃത്വത്തിൽ
ക്രിസ്തുമസ് വിപണനമേള ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാറിൽ ആന ഇടഞ്ഞു. പുത്രക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ട് തൃപ്രയാർ പാലത്തിനു സമീപമാണ് സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.